ഹലോ ഗൈസ്, വെൽക്കം ടു ബ്ലൂ ക്ലൗഡി ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ കാർഡ് മേക്കിംഗ് ആണ്. ബർത്ത്ഡേ കാർഡ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമായിരിക്കും, പെട്ടെന്ന് എന്താ ബർത്ത്ഡേ കാർഡ് മേക്കിംഗ്. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ കാർഡ് മേക്കിംഗ് ഞാൻ ഉണ്ടാക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ നാളെ എൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനായിട്ടുള്ള ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഇപ്പം മനസ്സിലായല്ലോ. പിന്നെ ഗൂഗിൾ യൂട്യൂബിലൊക്കെ കുറേ അടിച്ചു നോക്കി, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഐഡിയ വന്നു, അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഫോൾഡിങ്ങിൽ തന്നെ പോവാം. ഫോൾഡിങ്ങിൽ നല്ലോണമൊക്കെ ചെയ്താലേ നമുക്കതൊന്ന് സെറ്റായി വരത്തുള്ളൂ ഞാൻ പറയൂ. അപ്പം നമുക്കിനി ഒരു റെയിൻബോ കളർ ഇത് കൊടുക്കാം. അപ്പം ഗൈസ് ഇതാണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് കവായി ഗേളിനെ വരച്ചിട്ട് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ പറ്റൂ. ഇതാണ് എൻ്റെ പുതിയ ഒരു ഇത് ഇച്ചിരി വലുത്, ഇച്ചിരി ഇത് ചെറുത്, അതാണ് കുഴപ്പമില്ല. നമ്മൾ അനുസരിച്ചിരിക്കും. അപ്പം നമുക്കിനി ഇവിടെ കവായി സ്റ്റിക്കർ ആ ഗേളിനെ വരയ്ക്കാം, സ്റ്റിക്കർ ഗേളിനെ. അപ്പം ഗൈസ് ഞാൻ ഒരു കാര്യം ആലോചിച്ചു, കവായി ഗേളിനെ കൊട്ടി വരയ്ക്കുന്ന ഭേദം കവായി സ്റ്റിക്കറിൻ്റെ ഏരുണ്ടല്ലോ, ബാബാ കവായി സ്റ്റിക്കറിനെ തപ്പിപ്പോവാം. അപ്പം ഇവിടെ നിന്ന് നേരെ ഇതെടുത്താണ് എൻ്റെ പടി. ഇതാണ്ട് കവായി ഗേൾ. പക്ഷെ ഇത് ഗീവ് അവയ്ക്ക് കൊടുത്താൻ വെച്ചിരുന്ന ഞാൻ കവായി ഇതാണ്. കുഴപ്പമില്ല, ഇതൊരെണ്ണം എടുത്തെന്നും പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് കവായി ഗേളിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇതെടുക്കാം. ഇതെടുക്കാം. അതുകൊണ്ട് വേറെണ്ണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച കവായി ഉണ്ടല്ലോ, അതെടുത്താൽ പോരെ. പക്ഷേ ഇത്രയും മണ്ടബുദ്ധിത്രയൊക്കെ ആലോചിക്കുന്നത് തന്നെയാണോ പറയാൻ. ഉണ്ടാക്കി വെച്ച സാധനം അത് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുട്ടായിയുടെയാണ് എടുത്തേക്കുന്നത്, മുട്ടായി. അപ്പോൾ ഇതിനെ ഒട്ടിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച് നിങ്ങളെ കാണിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തോ ഉണ്ടാക്കണം അത് വെച്ച് ഉണ്ടാക്കണം. അപ്പം എങ്ങനെ ഉണ്ടാക്കിയാണിത് കണ്ടിട്ടൊന്നും തോന്നണ്ട, ഞാൻ തന്നെ വരച്ച് സെറ്റാക്കിയതാണ്. നമുക്കിനി ഇത് ഇങ്ങനെ ഒരു ഒട്ടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കേട്ടോ. ഇനി മണ്ടയ്ക്കൊരു സെൻറ്റർ ലെവലിൽ ഒട്ടിക്കാം. അപ്പം ഗമ്മൊക്കെ റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എല്ലാം എടുത്ത് വെച്ചേക്കുക. അപ്പം ഇവിടെ ഗമ്മൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഇത് ഫെവിക്വിക്ക്. അപ്പം ഗൈസ് എനിക്കൊന്നാമത് വേറെ ഇത്തിരി പണിയില്ല. അയ്യോ ഗൈസ്, അപ്പം ഒരു ചെറിയൊരു വീണയാന്നേ ഉള്ളൂ. ഇതൊക്കെ പറ്റി കൂടി ഇതൊക്കെ കുറേ സമയം എടുക്കുന്നു കണ്ട. പിന്നെ ഇന്നലെ ഒരു ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കി, അത് നിങ്ങളെ കാണിച്ചില്ല, സോറി ഗൈസ്. അത് എൻ്റെ സ്കൂളിൽ ലൈബ്രറി വേണം പറഞ്ഞിട്ടാണ് അതാ. അപ്പം നമ്മൾ ഇവിടെ ഇനി റെഡിയായി. ഇനി നമുക്കത് ഒരു എഴുത്തും കുത്തുമൊക്കെ അല്ലേ, നല്ല രസമായിരിക്കും കാണാൻ ലാസ്റ്റ് ആകുമ്പോൾ. ഗൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ, അയാളുടെ പേര് ഇങ്ങനെ എഴുതുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് വെള്ള പേപ്പർ എഴുതിയുള്ള ശീലമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇല്ലാത്തൊരു കളറ് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ട കളറും 2 ഉണ്ട്. അപ്പം നമുക്കത് ഒന്ന് മേക്ക് ഓവർ ചെയ്യാനാണ് പാട്. നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു സോണി കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും കൊടുക്കാനായിട്ടില്ല. ഹാപ്പി കണ്ട. പിന്നെ ഗിഫ്റ്റൊക്കെ ഉണ്ട്, അതിപ്പൊന്നും അല്ല.